കൊച്ചിയിലെ കളമശ്ശേരി HMD ജംഗ്ഷനിലെ ഒരു പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറെ ഒരാൾ കുത്തിക്കൊന്നു. ബസ് HMD ജംഗ്ഷനിൽ നിർത്തിയപ്പം ബസ് നീങ്ങി ഇയാൾ ഓടി ചാടിക്കയറി കഴിഞ്ഞപ്പം കണ്ടക്ടറെ എടുത്ത് എന്ന് നീയെ സഹോദരിയെ കളിയാക്കുമോടാ എന്ന് ചോദിച്ചു എന്ന് പറയുന്നു. നെഞ്ചു നോക്കി കുത്തി. വണ്ടിക്കകത്ത് തന്നെ അയാൾ വീണു. ആശുപത്രി ചെന്നപ്പം മരിച്ചിരിക്കുന്നു. കുത്തിയ ആൾ ചെറുപ്പക്കാരൻ ഒരു മാസ്ക് ധരിച്ചിട്ടുണ്ട്. കുത്തിയ ശേഷം അയാൾ ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി ഓടി. സമീപത്തുള്ള പല CCTV ദൃശ്യത്തിൽ ഒരു വ്യക്തി മാസ്ക് ധരിച്ച് ഓടുന്ന കണ്ടു. ബസ്സിലെ ഒരു യാത്രക്കാരി തന്നെയാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞതായിട്ട് തോന്നുന്നു. നീ കളിയാക്കുമോടാ സഹോദരിയെ എന്ന് ചോദിച്ചു. എന്തായാലും ഇത്ര ക്രൂരമായ ഈ കൊലപാതകം തീർച്ചയായിട്ടും ഒരു വൈരാഗ്യത്തിലാണ്. അതീവ വൈരാഗ്യമുണ്ട്. എന്തോ സ്വന്തം സഹോദരിയെ ഏതെങ്കിലും തരത്തിൽ കളിയാക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടാവാം. അല്ല അയാളുടെ കാമുകിക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം. അവരുടെ ദേഹത്ത് കൈവച്ചിട്ടുണ്ടാവും. എന്തോ വലിയ ഒരു വൈരാഗ്യമാണ് ആ കൊലപാതകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ചാടിക്കയറുകയാണ്. കയറിയിട്ട് വിത്തിൻ സെക്കൻഡ് അയാളെ നെഞ്ചിലോട്ട് കത്തി ആഴ്ത്തി ഇറക്കുകയാണ്. ആ വണ്ടിയിലുള്ള യാത്രക്കാർ ഇയാളെ പിടിക്കുന്നതിന് മുമ്പ് അയാൾ ചാടി ഇറങ്ങി ഓടിയിട്ട് അയാൾ റോഡിൽ കൂടെ സൈഡിൽ കൂടെ ഓടുന്ന രംഗവും CCTV ദൃശ്യത്തിൽ നമുക്ക് കാണാം. ഇതൊരു പകയാണ്, വൈരാഗ്യമാണ്, യാതൊരു സംശയമില്ല. അത് കേട്ടപ്പോൾ തന്നെ, അത് ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം നടന്നത്, കേട്ടപ്പോൾ തന്നെ അതൊരു വൈരാഗ്യത്തിൻ്റെ കഥയാണ്, അല്ലെങ്കിൽ വൈരാഗ്യത്തിൻ്റെ ഒരു സംഭവമാണ്. അത് സഡനായിട്ട് അയാൾ ചെയ്തൊരു പ്രവൃത്തിയായിട്ടല്ല കാണുന്നത്. അതൊരു പ്രീ പ്ലാൻഡാണ്. അങ്ങനെ ഒരു സംഭവത്തെപ്പറ്റി സഹോദരിയോ അല്ലെങ്കിൽ അയാൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയോ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത്ര വൈരാഗ്യത്തിൽ അയാൾ ആരാണെന്ന് അറിയാതിരിക്കാൻ മാസ്ക് വെച്ചു, ആളെ കുത്തിക്കൊന്നു, നെഞ്ചു നോക്കി കത്തി താഴ്ത്തി, അതിനുശേഷം ഇറങ്ങി ഓടുന്ന രംഗവും കാണുന്നുണ്ട്. ഏതായാലും ഇടുക്കി രാജകുമാരി സ്വദേശിയായ അനീഷാണ്, 34 വയസ്സുണ്ട്, കുത്തേറ്റത്. ചെറുപ്പക്കാരനാണ്. ഏതെങ്കിലും ബസ് യാത്ര ചെയ്യുന്ന പെൺകുട്ടികളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അല്ലെ അവരെ അവമാനിച്ചിട്ടുണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ അവരോട് മോശമായി സംസാരിച്ചിട്ടുണ്ടാവും. അത് ചിലപ്പം ഇയാളുടെ ഒരു സഹോദരിയാകാം, അല്ലെങ്കിൽ കാമുകിയാകാം. എന്തായാലും അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊരു വലിയ ക്രൂരമായ ഒരു കൊലപാതകമായി പോയി. ഇതൊരു വൈരാഗ്യമാണ്, ചെറിയൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു അപമര്യാദയായി അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ സംസാരിച്ചു, അല്ലെങ്കിൽ ആ കുട്ടിയുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു, അത്ര ഒരു സംഭവത്തിനാണ് ഇത്ര ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയത്. ആ ആളുടെ കുടുംബം നശിച്ചു എന്നുള്ളതല്ല, അതിനകത്ത് പ്രതിയായിട്ട് വന്ന ആ ചെറുപ്പക്കാരനും അവനും ജീവപര്യന്തത്തിലേക്ക് പോകും. ബസ്സിലിരുന്ന് പല ആൾക്കാർ ഇയാളെ കണ്ടിട്ടുണ്ട്. ഒരു പെൺകുട്ടി ഇയാൾ പറഞ്ഞ വാക്കുകൾ കേട്ടതായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ബസ്സിലെ യാത്രക്കാരും കണ്ടക്ടർക്കും ഒക്കെ അറിയാം, ഇയാളെ കണ്ടാൽ തിരിച്ചറിയാം. ഏതായാലും ഒരു ജീവപര്യന്തം തടവിലേക്ക് തന്നെ പോകും. ഏതായാലും എത്രയും പെട്ടെന്ന് ഇയാളെ കണ്ടെത്തും ആ കളമശ്ശേരി പോലീസ് എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് ഡെഡ് ബോഡി അവിടെ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്.